എൻ്റെ സഹോദരങ്ങളെ, ഈ ആരാധനയോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്കൊരവസരം നൽകിയതും നിങ്ങൾക്കതിൽ ജീവനോടെ ചൈതന്യത്തോടെ പങ്കെടുക്കുവാൻ ദൈവം അനുഗ്രഹിച്ചതിന് നമുക്ക് സ്നേഹത്തോടെ സ്തുതിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉദ്ധാനം ചെയ്തവനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമദീപികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആത്മവിശ്വാസം പകരുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് 2 കല്ലറകളെക്കുറിച്ചാണ്. കാര്യം 1,00,000 പേരാണ് കൊറോണയിലെ കല്ലറയ്ക്കുള്ളിലായിരിക്കുന്നത്. ഇനി എത്ര പേരാണ് കല്ലറയ്ക്കുള്ളിലാകണമെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മളെല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ഒരു പക്ഷേ നമ്മളുടെ ആയുസ്സിലല്ല, ഒരു 500 കൊല്ലത്തിനുള്ളിൽ ലോക ചരിത്രത്തിലെ രോഗം കൊണ്ട് വ്യാപകമായ രീതിയിൽ ഇതുപോലെ മനുഷ്യർ അന്തർധാനം ചെയ്യുന്ന ചരിത്ര കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നീ വിശ്വാസത്തിൽ എന്ത് നിലപാടെടുത്തു, ഏത് രീതിയിലാണ് കർത്താവിൻ്റെ കല്ലറയുടെ വാതിക്കൽ നിൽക്കുന്നവരെ, ഈ 1,00,000 പേരുടെ കല്ലറയുടെ വാതിക്കൽ നമ്മൾ നിൽക്കുന്ന മനുഷ്യരാശിക്ക് കൊടുക്കേണ്ട സന്ദേശം എന്താണ്? അതാണ് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. വലിയൊരു അറിവാണ് ശരിക്കും മാർത്തായെ കുടുംബ തകർച്ചയിൽ നിന്ന് പിടിച്ചു നിർത്തിയത്. നമുക്കറിയാം, ലാസറിൻ്റെ കല്ലറയെക്കുറിച്ച് ധ്യാനിച്ചതിന് ശേഷമാണ് നമ്മൾ ആധ്യാത്മികമായി ഈ ആരാധന യാത്രയിൽ യേശുവിൻ്റെ കല്ലറയെക്കുറിച്ച് സഭ ധ്യാനിക്കുന്നത്. ലാസറിൻ്റെ വീട്ടിൽ 2 സഹോദരികളാണ് ഉണ്ടായിരുന്നത്, ഒരു സഹോദരന്. അപ്പോൾ ആ സഹോദരൻ, തുണയായി നിന്നിരുന്ന സഹോദരൻ ആകസ്മികമായി അന്തർധാനം മരിച്ചു പോകുന്നതിലൂടെ ആ കുടുംബത്തിൻ്റെ തകർച്ചയുണ്ട്. ഈ കുടുംബ തകർച്ചയുടെ സമയത്ത് മാർത്തയെ പിടിച്ചു നിർത്തിയിരുന്ന എന്ത് യാഥാർത്ഥ്യമാണ്? അത് കല്ലറയുടെ വാതിൽക്കൽ വെച്ച് മാർത്ത 2 പ്രാവശ്യം ഈശോയോട് പറയും, എനിക്കറിയാമെന്ന് പറയും. പിന്നെ പറയും, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയും. 2 വാക്കുകൾ പറയും, എനിക്കറിയാം. എല്ലാ തകർച്ചയുടെ മുമ്പിലും നമുക്കൊരു അറിവുണ്ടാകണം. എന്താണ് മാർത്ത പറയുന്നത്? എനിക്കറിയാമെന്ന് പറയണത്. ഒന്ന്, മാർത്ത പറയും, അങ്ങ് ചോദിക്കണത് എന്തും
ദൈവം അങ്ങേക്ക് നൽകുമെന്ന് എനിക്കറിയാം. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ 11:24 വായിക്കുന്നത്. അങ്ങ് ചോദിക്കേണ്ടത് എന്തും ദൈവം അങ്ങേക്ക് നൽകും എന്നെനിക്കറിയാം. യോഹന്നാൻ 11:24. പിന്നീട് മാർത്ത പറയും, വീണ്ടും എനിക്കറിയാവുന്ന മാർത്ത പറയുന്നുണ്ട്. അത് അങ്ങ് പുനരുത്ഥാനവും ജീവനുമാണെന്ന് എനിക്കറിയാം. ഈ എനിക്കറിയാമെന്നുള്ള വിഷയം നമുക്ക് സ്വന്തമായി ഉണ്ടാകുന്നൊരു അറിവുണ്ട്. ആ അറിവാണ് മാർത്തായെ അതിജീവിക്കാൻ സഹായിച്ചത്. ആ അറിവ് എന്തിലേക്കാണ് നയിച്ചത്? അങ്ങ് ലോകത്തിലേക്ക് വരാനിരുന്ന മിശിഹയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള വിശ്വാസ സത്യത്തിലേക്കാണ് ആ അറിവ് നയിച്ചത്. അതാണ് യോഹന്നാൻ 11:27 നമ്മൾ വായിക്കുന്നത്. ഇപ്പം 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് തകർച്ചയുടെ കാലത്ത് നമുക്ക് ആവശ്യമായത് ഏറ്റവും വലുത് അറിവാണ്. എനിക്കറിയാം. വിശ്വാസത്തിലെ ഈ അറിവാണ് നമ്മളെ വിശ്വാസത്തിലേക്ക് നയിക്കണത്. അറിവ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാകണത്? വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ഈ അറിവ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അറിവ് ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമുക്ക് ഉണ്ടാവുന്നത്. അതാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. വിശ്വാസം ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്നു. വിശ്വാസം കേൾവിയിൽ നിന്നും. കേൾവി യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ നിന്നുമാണ്. അതാണ് എനിക്കറിയാമെന്ന് മാർത്ത പറയണത്. ആരെക്കുറിച്ച്? എന്തറിവാ? കെമിസ്ട്രിയെക്കുറിച്ച് അറിവല്ല, ഫിസിക്സിനെക്കുറിച്ചുള്ള അറിവല്ല, മാത്തമാറ്റിക്സിനെക്കുറിച്ച് അറിവല്ല. ഇതൊന്നുമല്ല നമ്മൾ അതിജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും സഹായിക്കുന്നതും. എനിക്കറിയാമെന്ന് യോഹന്നാന്റെ സുവിശേഷം 11:21 11:24 എനിക്കറിയാമെന്ന് പറയണത് എന്താ? ആരെക്കുറിച്ചുള്ള അറിവാ? യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവാ. വിശ്വാസം. ആ അറിവ് എങ്ങനെയാണ് ഉണ്ടാകണത്? ആ അറിവാണല്ലോ 11:27 അനുസരിച്ച്, യോഹന്നാന്റെ സുവിശേഷം 11:27 അനുസരിച്ച് കൊണ്ട് അങ്ങ് ലോകത്തിലേക്ക് വരാനിരുന്ന മിശിഹയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസത്തിലേക്ക് നയിക്കുന്ന അറിവ്. ആ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന അറിവ് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയണത്. വിശ്വാസം കേൾവിയിൽ നിന്നും. കേൾവി റോമായുടെ ലേഖനത്തിലാണ് നമ്മളത് വായിക്കുന്നത്. 10-ാം അധ്യായത്തിലെ വിശ്വാസം കേൾവിയിൽ നിന്ന് 17-ാമത്തെ വാക്യം. വിശ്വാസം കേൾവിയിൽ നിന്ന്. അപ്പം ഇന്ദ്രിയങ്ങളിൽ നിന്നാണ് വിശ്വാസം വരണത്, അറിവ് വരണത്. കേൾവി എന്തിനെക്കുറിച്ചുള്ള അറിവാണ്? വിശ്വാസം കേൾവിയിൽ നിന്ന്. കേൾവി യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ നിന്ന്, അഥവാ പ്രസംഗങ്ങളിൽ നിന്ന്. അപ്പോൾ മാർത്ത അതിജീവിച്ചത് എങ്ങനെയാണ്? ഈ അറിവിൽ നിന്നാണ്. അതാണ് എനിക്കറിയാമെന്ന് പറയണത്. എനിക്കറിയാമെന്ന് യോഹന്നാൻ 11:21 എനിക്കറിയാമെന്ന് യോഹന്നാൻ 11:24 പറഞ്ഞിട്ട് മാർത്ത പറയും, ആ അറിവാണ് എന്നെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. ഏതാണ്? യോഹന്നാൻ 11:27. എന്താണ് അറിവ്? നീ ലോകത്തിലേക്ക് വരാനിരുന്ന മിശിഹയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉദ്ധാരം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു.
ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ വിശ്വാസത്തോടെയാണ് വീണ്ടും ഇത് ലാസന്റെ കല്ലറയിൽ നമ്മൾ ഈശോയുടെ കല്ലറയിലേക്ക് വരുമ്പോഴും അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. സ്ത്രീയിലാണ് തുടങ്ങുന്നത്. അവിടെ നിൽക്കുന്ന സ്ത്രീ ആരാണ്? ലാസന്റെ കല്ലറയിലെ വിശ്വാസം എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ ആ കുടുംബ തകർച്ചയെ അതിജീവിച്ച പോലെ ഒരു സ്ത്രീ കർത്താവിൻ്റെ കല്ലറ വാതിക്കൽ നിൽക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 20-ാം അധ്യായം 1-ാമത്തെ വാക്യങ്ങൾ. അതാരാ നിൽക്കുന്നത്? മേരി മാഗ്ഡലിനാണ് നിൽക്കുന്നത്. ലാസൻ്റെ കുഴിമാടത്തിൽ നിന്നിരുന്നത് മാർത്തയാണെങ്കിൽ ഈശോൻ്റെ കുഴിമാടത്തിൽ നിൽക്കുന്നത് ഒരു സ്ത്രീയാണ്. ആരാണത്? മേരി മാഗ്ദലിൻ. ഈ യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ പ്രത്യേകിച്ച് 20-ാം അധ്യായം ഞാൻ ഈ ദിവസങ്ങളിൽ ധ്യാന വിഷയമാക്കിയ പല പ്രാവശ്യം ഇരുന്ന് വായിച്ച് ധ്യാനിച്ച ഒരു ചാപ്റ്ററാണത്. കാര്യം എനിക്ക് പുനരുദ്ധാന വിവരണങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് യോഹന്നാൻ്റെ വിവരണങ്ങളാണ്. മറ്റത് പലത് ഒരു ഡിസ്കോഴ്സ് സ്റ്റോറി ടെല്ലിങ്ങൊക്കെ പോലെ വരും. അവരുടെ അനുഭവങ്ങൾ അവർ കഥകളുടെ രൂപത്തിലും അവർക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. അവരുടെ അനുഭവങ്ങളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അതെല്ലാം അവർ കേട്ട കാര്യങ്ങളാണ്. അപ്പോസ്തലന്മാർക്ക് നിന്ന് പകർന്നു കിട്ടിയ കാര്യങ്ങളാണ്. മാർത്ത പറഞ്ഞ് മത്തായി ശ്ലീഹായുടേതും മർക്കോസിൻ്റെ. അവരെല്ലാം അപ്പോസ്തലന്മാരാണെങ്കിലും അവരാരും സ്പോട്ടിലില്ലായിരുന്ന ആൾക്കാരാ. സ്പോട്ടിലുണ്ടായിരുന്ന ആരാ? സ്പോട്ട് വിറ്റ്നസിങ് ആരുടേതാ? യോഹന്നാൻ്റെതാ. അതാണ് എനിക്ക് യോഹന്നാനോടാണ് ഇഷ്ടം. ആ കാര്യത്തിൽ ഓരോ സുവിശേഷത്തിൻ്റെ പ്രമേയങ്ങളിൽ നമ്മൾ ഓരോരുത്തരുടെ വേർഷൻസാണ് പ്രാധാന്യം വരുന്നത്. ദൈവരാജ്യം പറയുമ്പോൾ ഏറ്റവും നല്ലവണ്ണം പറയണത് മത്തായി ശ്ലീഹായാണ്. അതുപോലെ പുനരുത്ഥാനത്തിൻ്റെ വിറ്റ്നസ്സിങ് പറയണത് ഏറ്റവും നല്ലവണ്ണം പറയണത് വിശുദ്ധ യോഹന്നാനാണ്. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ 20-ാം അധ്യായം ഞാനത് ഈ ദിവസങ്ങൾ വായിക്കിരുന്നു. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം യോഹന്നാൻ്റെ ഓരോ 2-3 വചനങ്ങൾ വീതം കഴിയുമ്പോൾ കണ്ടു 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 ഇങ്ങനെ പറയുന്നുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഓരോ വചനങ്ങൾ. ഇപ്പോൾ എനിക്കറിയാമെന്ന് മാർത്ത പറയണില്ലേ, അതുപോലെ യോഹന്നാൻ പറയണതാണ് കണ്ടു 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 എന്ന് പറയും. ഓരോ വചനങ്ങളിലും ഉണ്ട്. രസമാണ് അത് കേൾക്കാൻ. അതായത് ആദ്യമേ കാണുന്നത് എന്താണ്? ആദ്യമേ കാണുന്നത് ആഴ്ചയുടെ ആദ്യ ദിവസം ഇരുളായിരിക്കുമ്പോൾ തന്നെ എന്താ പറഞ്ഞിട്ട് 20-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ അവതരിപ്പിക്കുന്നത്, കർത്താവിൻ്റെ ദിവ്യരഹസ്യം അവതരിപ്പിക്കുന്നത് മാർത്തായിലൂടെയാണ്. യോഹന്നാന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ക്രിസ്തു എന്ന് പറയുന്ന അഭവമായ കാലാതീതമായ ഈ ദിവ്യ പദ്ധതിയില്ലേ, അത് മനുഷ്യരാശിയിലേക്ക് കൈമാറുമ്പോൾ എപ്പോഴും യോഹന്നാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം താഴെ വെക്കാൻ തോന്നാതെ എടുത്ത് ഓരോ വചനത്തിനും മുത്താൻ തോന്നുന്ന ഒരു രീതിയാണത്. യോഹന്നാൻ എല്ലാവരും ഈശോനെ അവതരിപ്പിക്കുന്നത് ജീസസിനെ റീച്ച് ചെയ്യിക്കുന്ന രീതികൾ ഭയങ്കര വിസ്മയം. ആദ്യം അവതരിപ്പിക്കുന്നത് ആരെയാ? യോഹന്നാൻ മാന്താനെയാണ് അവതരിപ്പിക്കുന്നത്. ദൈവത്താൽ അയക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്ന് യോഹന്നാൻ മാന്താന. അപ്പോൾ യോഹന്നാൻ മാന്താനയുടെയാണ് ദൈവരഹസ്യം, ആ ക്രിസ്തു രഹസ്യം ആദ്യത്തെ അധ്യായത്തിൽ കൈമാറണത്. 2-ാമത്തെ അധ്യായത്തിൽ ഈശോ എന്ന ദൈവത്തിൻ്റെ ഈ പദ്ധതിയെ, രക്ഷാകരമായ പദ്ധതിയെ യോഹന്നാൻ കൈമാറുന്നത് അമ്മയിലൂടെയാണ്. അതും കാനായിൽ ഒരു വിവാഹാഘോഷം നടന്നു. കേൾക്കുമ്പോൾ തന്നെ ത്രില്ലടിക്കും. എന്താ? യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. 2-ാമത്തെ അധ്യായം അമ്മയിലൂടെയാണ് യേശുവിനെ ലോകത്തിന് കൈമാറുന്നത്. എല്ലാവരും അവനെ വിശ്വസിച്ചു. ഓരോ വ്യക്തികളെ അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം യോഹന്നാൻ കൺക്ലൂഡ് ചെയ്യുന്നത് നമ്മളൊരു ഹാറ്റ് ഓഫ് ചെയ്ത് കളയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഹന്നാൻ പറയും, അങ്ങനെ ഈശോയിൽ അവർ വിശ്വസിച്ചു. ഈശോനെ ലോകത്തിന് കൊടുക്കുമ്പോൾ അവസാനം യോഹന്നാൻ പറയുകയാണ്, അവൻ ദൈവപുത്രനാണെന്ന് അവർ വിശ്വസിച്ചു എന്ന്. 3-ാമത്തെ അധ്യായത്തിൽ നിക്കഡേമോസ് വരും. 4-ാമത്തെ അധ്യായത്തിൽ സമറിയാക്കാരി വരും. 5-ാമത്തെ അധ്യായത്തിൽ ബെത്സയിദ കുളത്തിലെ രോഗി വരും.
പിന്നെ ഈശോ യൂക്കറിസ്റ്റിക് ഡിസ്കോഴ്സ് തുടങ്ങും, ശിഷ്യന്മാരെല്ലാവരെയും വെച്ചുകൊണ്ട്. അങ്ങനെയാണ് നമ്മൾ യോഹന്നാൻ്റെ 20-ാം അധ്യായത്തിൽ വരുമ്പോഴാണ് 20-ാമത്തെ അധ്യായം ഇത് ചാപ്റ്റർ ഓഫ് മേരി മാഗ്ഡലിനാണ്. ശരിക്കും മേരി മാഗ്ഡലിലൂടെയാണ് കർത്താവിൻ്റെ ദിവ്യരഹസ്യം യോഹന്നാൻ ലോകത്തിന് കൈമാറണത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സുവിശേഷകൻ അങ്ങയെ ലോകത്തിന് കൈമാറാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഉപകരണമാക്കുമ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ക്രമീകരണങ്ങളുമേ ഞങ്ങൾ അത്ഭുതപ്പെടുന്നു കർത്താവേ. അതെല്ലാം ജനങ്ങൾക്ക് കർത്താവേ നിന്നെ ദൈവപുത്രനായിട്ട് ഏറ്റുപറഞ്ഞ ശിഷ്യന്മാരെ പോലെ സാക്ഷ്യം വഹിക്കാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ആമേൻ ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ, നിത്യപിതാവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ മേരി മാഗ്ദലിൻ മറിയം യോഹന്നാൻ്റെ 20-ാം അധ്യായത്തിൽ കർത്താവിന് കല്ലറ വാതിക്കൽ വരും. അപ്പോൾ യോഹന്നാൻ നമ്മൾ കാണുകയായിരുന്നു, പുനരുത്ഥാനത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ യോഹന്നാൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു കണ്ടു. ഒരു 13 പ്രാവശ്യമാണ് ഒരു അധ്യായത്തിൽ കണ്ടു എന്ന് കിടക്കുന്നത്. അവസാനമാണ് ഈശോ പറയണത്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന്. പക്ഷേ എന്നാലും ഈ 13-ാമത്തെ ഘട്ടത്തിലാണ് കാണാതെ വിശ്വസിക്കുക എന്ന് പറയുന്നത്. പക്ഷേ 12 കണ്ടു എന്നാണ് പറയണത്. പുനരുത്ഥാനത്തിന് എപ്പോഴും നമുക്ക് നോക്കിയാൽ പരിശോധിച്ചാൽ മനസ്സിലാകും, ഒരു കാഴ്ചപ്പുറമുണ്ട്, അതുപോലെ തന്നെ ഒരു കാണാപ്പുറവുമുണ്ട്. നമ്മുടെ ധ്യാനം അതാണ്, പുനരുത്ഥാനത്തിൻ്റെ കാഴ്ചപ്പുറവും കാണാപ്പുറവും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉദ്ധാരം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു, ഉദ്ധാരം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആദ്യം മേരി മാഗ്ഡലിനാണ് വരണത്. പക്ഷേ മേരി മാഗ്ഡലിൻ എന്താണ് കാണുന്നത് എന്ന് യോഹന്നാൻ പറയുന്നുണ്ട്. അവർ മേരി മാഗ്ഡലിൻ മറിയം കർത്താവിൻ്റെ കല്ലറയിൽ വന്നപ്പോഴേ പുനരുത്ഥാനത്തിന് ആദ്യ അടയാളമാണ് അവൾ കാണുന്നത്. എന്താണ്? കല്ലറയുടെ വാതിൽക്കുണ്ടായിരുന്ന കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി കണ്ടു. അതാണ് യോഹന്നാൻ 20:1. ആദ്യം പുനരുത്ഥാനത്തിൻ്റെ ആദ്യ അടയാളമാണ് മനുഷ്യരാശി കണ്ടത്. അഥവാ മനുഷ്യരാശിയിലൂടെ കർത്താവിൻ്റെ പുനരുത്ഥാനം മേരി മാഗ്ഡലിൻ്റെ കണ്ണിലൂടെ കണ്ട പുനരുത്ഥാനം എന്താണ്? കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി കണ്ടു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ. ഉദ്ധാരം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ടാമത്തെ കാഴ്ച യോഹന്നാൻ്റെതാണ്. വിശുദ്ധ യോഹന്നാൻ എന്നാ കണ്ടത്? അഥവാ മനുഷ്യരാശി കർത്താവിൻ്റെ പുനരുത്ഥാനം യോഹന്നാൻ്റെ കണ്ണിലൂടെ എന്താണ് കണ്ടത്? അതാണ് യോഹന്നാൻ 20:25 പറയണത്. കാര്യം യോഹന്നാനും പത്രോസും പുറനാലെ ഓടി വരികയായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ 10-15 വയസ്സത്തെ വ്യത്യാസമുണ്ടേ. കാര്യം 10, 20, 25, 24 വയസ്സാണ് യോഹന്നാനി ഉള്ളത്. ഒരു പക്ഷേ 40 വയസ്സുണ്ടാകും ഈ പത്രോസിന്. അത് കാരണം പത്രോസ് ഓടിയിട്ട് എത്തിയില്ല. വെളുപ്പാങ്കാലത്തുള്ള ഓട്ടമല്ലേ.
യോഹന്നാൻ ആദ്യമേ ഓടിയെത്തും. കല്ലറ എത്തിയിട്ട് യോഹന്നാൻ കല്ലറ വാതിക്കൽ നിൽക്കും. കാര്യം ഇത് അസൈൻ ചെയ്യേണ്ട ആളാരാണ്? സെൻറ്റ് പീറ്ററാണ്, യോഹന്നാൻ അല്ല. കർത്താവിൻ്റെ പ്രമുഖ 12 പേരിൽ പ്രഥമനായ വിശുദ്ധ പത്രോസാണ് ദൈവരാജ്യത്തിൻ്റെ താക്കോലുള്ള കർത്താവ് ചുമതലപ്പെടുത്തിയ അധികാരി ഇത്തിരി സ്പീഡ് കുറവാണെങ്കിലും അധികാരിയാണത് സ്ഥിരപ്പെടുത്തേണ്ട ആൾ, കണ്ട് പ്രഖ്യാപിക്കേണ്ട ആൾ. അതുകൊണ്ട് യോഹന്നാൻ ആദരവോടെ കർത്താവിൻ്റെ കുഴിമാടത്ത് നിൽക്കുക. സഭയിൽ എന്തെല്ലാം മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നു, വിശ്വാസികളിലൂടെയും അഭിഷിക്തരിലൂടെയും ആധ്യാത്മികമായ ഒത്തിരി മുന്നേറ്റങ്ങളുണ്ടാകും. പക്ഷെ അപ്പോൾ അധികാരികൾ അത് കണ്ടെത്താൻ ഇത്തിരി താമസിക്കും. പക്ഷേ മുന്നേറ്റം ഉണ്ടാകുന്ന ആരിലൂടെയാണ്? കർത്താവ് ഫ്രാൻസിസ് അസീസിലൂടെ മുന്നേറ്റമുണ്ടായി, അതുപോലെ തന്നെ ഫ്രാൻസിസ് സേവ്യറിലൂടെ മുന്നേറ്റമുണ്ടായി. പക്ഷേ ആത്യന്തികമായിട്ട് അതൊക്കെ സ്ഥിരീകരിക്കേണ്ടത് ആരാണ്? കർത്താവ് ചുമതലപ്പെടുത്തിയ അധികാരിയാണ്, അപ്പോസ്തലനാണ്. അതുകൊണ്ട് യോഹന്നാൻ ഈ സംഭവത്തിൻ്റെ അധികാരി ഇത്തിരി ഇത് സ്പീഡ് കുറവാണെങ്കിലും അധികാരി വന്നെത്താൻ വേണ്ടി ആദരവോടെ കാത്തു നിൽക്കുന്നൊരു ശിഷ്യൻ സഭയുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അധികാരി വന്നു, അപ്പം ഇതിനുള്ളിൽ യോഹന്നാൻ കുനിഞ്ഞകത്തേക്ക് നോക്കുന്നുണ്ട്. തുറന്ന കല്ലറയാണ് മേരി മാഗ്ഡലിൻ കാണുന്നത്. അതിനുശേഷം ആദ്യം വന്നത് യോഹന്നാനാണ്. യോഹന്നാൻ കുനിഞ്ഞകത്തേക്ക് നോക്കും. അകത്തേക്ക് നോക്കുമ്പോൾ പുനരുത്ഥാനത്തിൻ്റെ രണ്ടാമത്തെ അടയാളം യോഹന്നാൻ കാണും. അതാണ് യോഹന്നാൻ കണ്ടു എന്നാണ് പറഞ്ഞത്. എന്താ അവൻ കണ്ടത്? യോഹന്നാൻ്റെ സുവിശേഷം 20:5 എന്താണ് വിശുദ്ധ യോഹന്നാൻ കണ്ടത്? അവൻ കുനിഞ്ഞകത്തേക്ക് നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് കണ്ടു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി മൂന്നാമത്തെ ഒരു കാഴ്ചയുണ്ട് അധികാരി കാണുന്നത്. അധികാരത്തിൻ്റെ അപ്പോസ്തലൻ കർത്താവ് ചുമതലപ്പെടുത്തിയ ആൾ വന്ന് ആദ്യം കാണുന്നുണ്ട്. അത് യോഹന്നാൻ 20:7 പറയുന്നുണ്ട്. പത്രോസ് വന്നു. പിന്നാലെ വന്ന പത്രോസ് കല്ലറയുടെ ഉള്ളിൽ പ്രവേശിച്ചു എന്നാണ്. ഉള്ളിൽ പ്രവേശിക്കാൻ കർത്താവ് ചുമതലപ്പെടുത്തിയ ആളിനെ അധികാരമുള്ളൂ. അത് യോഹന്നാനെ അറിയാം. ഇത് ഹൃദ്യമായിട്ടാണല്ലോ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ അക്കൗണ്ട് പറയണത്. എന്നിട്ട് ഈ ശിഷ്യൻ അധികാരി പറയും ലോകത്തോട്, മനുഷ്യരാശിയോട്, മനുഷ്യരാശിക്ക് മുഴുവനും വേണ്ടി കർത്താവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയണത് ഭയങ്കരമായ ഒരു രഹസ്യമാണ്. കർത്താവിൻ്റെ ശിരസ് മൂടിയിരുന്ന തൂവാല കച്ചയോടുകൂടി അല്ലാതെ മറ്റൊരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നത് അവൻ കണ്ടുവന്നു. അയ്യോ, അതിമനോഹരമാണത്. കാര്യം എന്താ? ഒരു കൊക്കുൺ പോലെയാണ്. നമുക്കറിയാം സാപത്തിൽ കർത്താവിൻ്റെ ശിരസ് തൈലലേപനം ചെയ്ത് അത് സുഗന്ധക്കൂട്ടുകൾ ചെയ്ത് ശരീരം മുഴുവനും കച്ചയിൽ പൊതിഞ്ഞിട്ട് ഇത് 2 കൊക്കൂൺ പോലെയാണ് ഇരിക്കുന്നത്. ഒന്ന് തലയുടെ ഒരു കൊക്കൂൺ, അതുപോലെ തന്നെ ഉടലിൻ്റെ ഒരു കൊക്കൂൺ. നമുക്ക് പക്ഷിക്കുഞ്ഞുങ്ങൾ, പൂമ്പാറ്റ, ചിത്രശലഭങ്ങൾ അതിൽ നിന്ന് ചിറക് വിരിച്ച് പറന്ന് പോകുമ്പോൾ അതിൻ്റെ കൂട് അവശേഷിപ്പിക്കത്തില്ലേ? കർത്താവിൻ്റെ ശരീരം പുനരുദ്ധാനം ചെയ്ത് പ്രകാശമായി മാറുമ്പോൾ കർത്താവിന് ചുരുട്ടി വെച്ചിരുന്ന ശിരസിൻ്റെ തൂവാലയും ശരീരത്തിൻ്റെ വക്കശീലയും അതുപോലെ കൂടുപോലെ ഇരിക്കുകയാണ്. അതാണ് ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടുവെന്ന് പറയണത്. മറ്റൊരിടത്ത് എന്ന് വെച്ചാൽ ഇത് കട്ടുകൊണ്ട് പോയതല്ല എന്ന് യഹൂദന്മാർ ആ കാലത്ത് ഒത്തിരിയേറെ കള്ളപ്രചരണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു അവർക്ക് പിടിച്ചിരിക്കാൻ വേണ്ടി. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് കള്ളന്മാരാണ് ഇതെല്ലാം അലവലാതെയായിട്ട് ഇടുകയുള്ളൂ. അങ്ങനെയല്ല,
ഇത് വളരെ ചിട്ടയോടുകൂടി ചുരുട്ടി വെച്ചിരിക്കുക. ആ വാക്ക് ഭയങ്കര ഹൃദ്യമാണ്. യോഹന്നാൻ 20:7 കർത്താവിൻ്റെ ശിരസ്സിന് മുഴുവൻ തൂവാല മറ്റൊരിടത്ത് ഭദ്രമായി ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു. അത് കണ്ടു കഴിയുമ്പോഴാണ് വീണ്ടും കല്ലറ വാതിൽക്കൽ നിന്ന് യോഹന്നാൻ അകത്തേക്ക് പ്രവേശിക്കും. അയാളും കാണുന്നുണ്ട്. മറ്റേ ശിഷ്യനും, അതാണ് യോഹന്നാൻ 20:8, മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. കൈകളെ വീശുന്നേർന്ന് ആമേൻ ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനിയും കാഴ്ചകൾ തുടരുകയാണ്, പുനരുത്ഥാനത്തിൻ്റെ കാഴ്ചകൾ. പത്രോസും യോഹന്നാനും അവസാനിപ്പിക്കുന്നത് കണ്ട് വിശ്വസിച്ചു എന്നും പറഞ്ഞ അവർ രണ്ടുപേരും ശിഷ്യന്മാരുടെ കൂട്ടായ്മയിലേക്ക് പിന്തിരിയുമ്പോഴും പിന്തിരിയാതെ ഒരാൾ വീണ്ടും അവിടെ നിൽക്കും. ദാറ്റ് ഈസ് മേരി മാഗ്ദലിൻ. ഇനി പെട്ടെന്നൊന്നും പോകാൻ പറ്റത്തില്ല ആ സ്ത്രീക്ക്. കാരണം ഈശോ ആരാണെന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ വീണ്ടും കുനിഞ്ഞ് അവരെ കണ്ടു. ശിഷ്യന്മാർ പത്രോസും യോഹന്നാനും പിന്തിരിഞ്ഞ് പോകുമ്പോഴും പിന്തിരിയാതെ നിന്നുകൊണ്ട് മേരി മാഗ്ദലിൻ കർത്താവിൻ്റെ കല്ലറിലേക്ക് നോക്കും. അപ്പോൾ കർത്താവ് അവൾക്ക് വേറെ ഒരു കാഴ്ച കാണിച്ചു കൊടുക്കും. രണ്ട് ദൂതന്മാർ അവിടെ ഇരിക്കുന്നത് കണ്ടു, ദൈവദൂതന്മാർ. അതും കാഴ്ചയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20:12 രണ്ട് ദൂതന്മാർ കർത്താവിനെ അടക്കിയിരുന്ന സ്ഥലത്ത്, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയ സ്ഥലത്ത് പകരം ഇരിക്കണത് കണ്ടു. ഒരാൾ ശിരസിൻ്റെ ഭാഗത്തും ഒരാൾ കാൽക്കലും ഇരിക്കണത് കണ്ടു. പിന്നെ ദൂതന്മാർ അവളോട് സംസാരിക്കും. അതിനുശേഷം പുനരുദ്ധാനത്തെക്കുറിച്ച് സംസാരിക്കും. അതിനുശേഷം മേരി മാഗ്ദലിൻ പിറകോട്ട് തിരിയുമ്പോൾ അവിടെയും കണ്ടു എന്നുള്ള വാക്ക് തന്നെയാണ് യോഹന്നാൻ ഉപയോഗിക്കുന്നത്. മേരി മഗ്ദലീന മറിയം പിറകോട്ട് തിരിഞ്ഞപ്പോൾ കർത്താവ് നിൽക്കുന്നത് കണ്ടു. അപ്പോഴാണ് ആദ്യം കർത്താവിനെ കാണുന്നത്. യോഹന്നാൻ 12:14 കർത്താവ് നിൽക്കുന്നത് കണ്ടു. അത് കർത്താവാണെന്ന് ആ ഇരുട്ടത് അവൾക്ക് കണ്ണീരിൻ്റെ ആ ചിൽപ്പേടകത്തിനുള്ളിലെ ചില്ലിൻ്റെ പാളിക്ക് അവൾ കരഞ്ഞാൽ നിൽക്കണതേ. ആ ചില്ലിൻ്റെ പാളിക്കുള്ളിൽ വേഗമായിട്ടാണ് ഈ കാഴ്ച കാണുന്നത്. അതുകൊണ്ട് അവൾക്കത് പെട്ടെന്ന് കർത്താവാണെന്ന് മനസ്സിലായില്ല. അപ്പോഴ് കർത്താവ് ചോദിക്കും അവളോട്, മറിയം എന്ന് വിളിക്കും. പിന്നീടുള്ള കാര്യങ്ങൾക്ക് നമുക്കറിയാം. ആ സ്വരം തിരിച്ചറിഞ്ഞ റബ്ബോനി എന്നും പറഞ്ഞ് കർത്താവിലേക്ക് അവൾ തിരിയണതാണ്. പിന്നെ സംഭവിക്കണം, അവൾ ഓടണതാ. അവൾ ഓടി ശിഷ്യന്മാരുടെ അടുത്ത് ചെല്ലും. ശിഷ്യന്മാരുടെ കൂട്ടായ്മ ചെന്നിട്ട് പറയും, അവളും എന്താണ് പറയണത്, ഞാൻ കർത്താവിനെ കണ്ടു. അവൻ കണ്ടു എന്ന് വാക്ക് തന്നെ പറയണത്. പുനരുത്ഥാനത്തിൻ്റെ ഒരു കാഴ്ചപ്പുറമുണ്ട്. അതാണ് നമ്മൾ പഠിച്ചത്. കല്ലറ മുതൽ വക്കശീലം മുതൽ ദൈവദൂതന്മാർ വഴി കർത്താവ് വരെ എത്തുന്ന ഒരു കാഴ്ചപ്പുറമുണ്ട്. അതാണ് യോഹന്നാൻ 20:18 ഞാൻ കർത്താവിനെ
കണ്ടു. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ ആമേൻ യേശുനാഥാ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ ആമേൻ യേശുനാഥാ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. കൈകൾ ഉയർത്തി. ഉദ്ധാരം ചെയ്തവരെ ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവരെ ഞങ്ങൾ ആരാധിക്കുന്നു. സർവ്വത്തിൽ എല്ലാവരും ചേർന്ന് പാടാം. ഉദ്ധാരം ചെയ്തവരെ ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവരെ ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. മഹത്വം കർത്താവേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ആമേൻ യേശുനാഥാ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ നിത്യപിതാവേ. ദൈവകുഞ്ഞാടേ ആത്മനാഥനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, കൊല്ലപ്പെട്ടവരെ ജീവനാഥനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു കാഴ്ചയിലേക്ക് പോവുകയാണ്. ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ കർത്താവ് അവരുടെ മധ്യേ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് യോഹന്നാൻ പറയണത് അവിടെയും കാഴ്ചയെക്കുറിച്ചാണ്. യോഹന്നാൻ 20:20 ആ വാക്യത്തിൽ 2 കാഴ്ചകളുണ്ട്. ഒരു കാഴ്ച പറയണത് കർത്താവ് തൻ്റെ കരങ്ങളും വിലാപും അവരെ കാണിച്ചു എന്നാണ് പറയണത്. പുനരുത്ഥാനത്തിൻ്റെ കാഴ്ചപ്പുറങ്ങളാണതില്ല. കരവും വിലാപും. ഈ കരവും വിലാപം കാണിച്ചപ്പോൾ ശിഷ്യന്മാർക്കുണ്ടായിരുന്ന വികാരം എന്താണ്? വിസ്മയമൊന്നുമല്ല. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു എന്നാണ്. സന്തോഷമാണ്. കർത്താവിനെ കാണുമ്പോൾ അവരുടെ ജീവിതം നോക്കിയാൽ ഭയങ്കര വിഷമകാലത്തിലൂടെയാണ് അവർ കടന്നു പോണത്. പക്ഷെ അവരുടെ മൗലികമായ വികാരം എന്താ? സന്തോഷമാണ്. നമ്മളും ഒരു വലിയ വിഷമകാലത്തിലൂടെ കടന്നു പോവുകയാണ്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൽ വിശ്വസിക്കുമ്പോൾ യോഹന്നാൻ 20:20 അനുസരിച്ച് കൊണ്ട് ശിഷ്യന്മാരുടെ അതേ വിശ്വാസ പാരമ്പര്യമാണ് നമുക്കുള്ളത്. എന്താണ്? പുനരുത്ഥാനത്തിൻ്റെ സന്തോഷം. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ യേശുവേ മഹത്വം. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു, ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതിനുശേഷം യോഹന്നാൻ പറയുന്ന പുനരുത്ഥാനത്തിൻ്റെ കാഴ്ചപ്പുറങ്ങൾ യോഹന്നാൻ 20:25 അവിടെ ഇല്ലാതിരുന്ന് കാണാൻ വേണ്ടി അവിടെ ഇല്ലാതിരുന്ന ശിഷ്യനിലേക്ക് ഈ കാഴ്ച കൈമാറുന്നതാണ്. കാഴ്ചകളെ കൈമാറാൻ വേണ്ടിയുള്ളതാണ്. വിശുദ്ധ തോമാശ്ലീഹയാണ് അവിടെ ഇല്ലാതിരുന്നത്. തോമാശ്ലീഹ വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവിടെയും കണ്ടു എന്നാണ് കിടക്കുന്നത്.
പുനരുദ്ധാനത്തിൻ്റെ കാഴ്ചപ്പുറങ്ങളിൽ യോഹന്നാൻ 20:25 ഞങ്ങൾ കർത്താവിനെ കണ്ടു. ഈ കണ്ടിട്ടുള്ള കാര്യങ്ങൾ അത് മിക്കവാറും പറഞ്ഞിട്ടുള്ളത് യോഹന്നാനായിരിക്കും. ഞങ്ങൾ കർത്താവിനെ കണ്ടുവന്ന് തോമാസ് ശ്ലീഹായോട് പറഞ്ഞിട്ടുള്ളത് മിക്കവാറും യോഹന്നാൻ ശ്ലീഹാ ആയിരിക്കും. കാര്യം അദ്ദേഹമാണ് പിന്നീട് പറയണത്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിച്ച വചനത്തെക്കുറിച്ച് ഞങ്ങൾ സാക്ഷ്യം നൽകുന്നുവെന്ന് നമ്മൾ 1 യോഹന്നാൻ്റെ 1:1 വായിക്കത്തില്ലേ. അതായത് കാഴ്ച യോഹന്നാന് ഒരു ഭയങ്കരമായ ഒരു വിഷയമായിരുന്നു. കാഴ്ചയുടെ അനുഭവങ്ങളാണ് യോഹന്നാൻ സുവിശേഷമായി കൈമാറിയത്. പക്ഷേ തോമാസ് ശ്ലീഹാ പറയും, കാഴ്ചയുടെ കാര്യങ്ങൾ തന്നെ പറയും, എനിക്കും കാണണമെന്നാണ് പറഞ്ഞത്. പാവപ്പെട്ട വേറെ ഒന്നും പറഞ്ഞില്ല, എനിക്കും കാണണമെന്നാണ് പറഞ്ഞത്. പറഞ്ഞ ഭാഷ വേറെ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വികാരത്തെ അദ്ദേഹം അവതരിപ്പിച്ചതന്നേ ഉള്ളൂ. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളുണ്ട്, വിഷമം കാണാൻ പറ്റാഞ്ഞതിലുള്ള നിരാശയുണ്ട്. അങ്ങനെ കാണാൻ പറ്റാത്ത സങ്കടവും നിരാശയും കൂടി അദ്ദേഹം അത് ലാംഗ്വേജാക്കി മാറ്റിയപ്പോൾ യോഹന്നാൻ പറഞ്ഞു, തോമാസ് ശ്ലീഹാ പറഞ്ഞു, എനിക്കും വിശ്വസിക്കണം, എനിക്കും കാണണം കർത്താവിനെ. എന്നിട്ട് യോഹന്നാന് പകരം പറഞ്ഞത്, ഞാൻ കർത്താവിൻ്റെ ആണിപ്പഴുതുകൾ കാണും, അവിടുത്തെ കാണുമ്പോൾ നിങ്ങളെപ്പോലൊന്നുമില്ല, ഞാൻ അവിടുത്തെ പിതാവിൽ കൈ കടത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെ കാണുന്നില്ല, അവിടെ ഞാൻ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, നന്ദി, മഹത്വം കർത്താവേ. ആമേൻ യേശുനാഥ, ആമേൻ, ആമേൻ ദേവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ. യേശുനാഥ, ആമേൻ, ആമേൻ ദേവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് അത് കേട്ടു. എങ്ങനെ കേട്ടു? കർത്താവ് അദൃശ്യനായി അവിടെ കൂടെ ഉണ്ടായിരുന്നു. അദൃശ്യനായി നമ്മുടെ കൂടെ ഉണ്ടാകുന്ന കർത്താവ് എപ്പോഴും നമ്മളെ കേൾക്കുന്നുണ്ട്. അദൃശ്യനായി നമ്മുടെ കൂടെ നിൽക്കുന്ന കർത്താവിനെ നമ്മൾ കാണാതെ വിശ്വസിക്കണമെന്നാണ് പിന്നീട് ഈശോ പറഞ്ഞത്. കർത്താവ് എന്താണ് കേട്ടത്? തോമാസ് ശ്ലീഹാ പറഞ്ഞത് അദൃശ്യനായി നിന്നുകൊണ്ട് അവിടുന്ന് അത് കേട്ടു. പുനരുത്ഥാനത്തിനൊരു കാഴ്ചപ്പുറമുണ്ട്, അത് ദൃശ്യരൂപമാണ്. ഒരു കാണാപ്പുറമുണ്ട്, അത് കർത്താവ് അദൃശ്യനായി നമ്മുടെ കൂടെ നിൽക്കുന്നതാണ്. നമ്മൾ കർത്താവിൻ്റെ കാണാപ്പുറങ്ങളിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. പക്ഷേ കാണാപ്പുറങ്ങളിൽ നിൽക്കുന്ന കർത്താവ് നമ്മളെ കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷമാണ്. കർത്താവ് അത് കേട്ടു. ആര് പറഞ്ഞത് കേട്ടു? തോമസ് പറഞ്ഞത് കേട്ടു. എന്ത് പറഞ്ഞത് കേട്ടു? ഞാൻ വിശ്വസിക്കും, ഞാൻ കർത്താവിൻ്റെ ആണിപ്പഴുതുകൾ കാണും, അവിടുത്തെ തിരുവിലാവിൽ എൻ്റെ കൈ ഞാനിടും എന്ന് പറഞ്ഞു. കർത്താവ് അത് കേട്ടു. അതുകൊണ്ട് 8 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് വീണ്ടും ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ തോമസ് ഉള്ള ഒരു സമയത്ത് പ്രത്യക്ഷപ്പെട്ടു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു വീണ്ടും. അപ്പോൾ കർത്താവ് യോഹന്നാൻ 20, 27, 29 വചനങ്ങൾ 27 അനുസരിച്ചുകൊണ്ട് യോഹന്നാൻ കർത്താവ് തോമാസ് ശ്ലീഹായെ തന്നെ വിളിക്കും. വിളിച്ച പറഞ്ഞു, എന്നെ കാണുന്നേ, നീ പറഞ്ഞില്ലേ എന്നെ കാണണമെന്ന്, എൻ്റെ തിരുവിലാവ് കാണണം, എൻ്റെ ആണിപ്പഴുത് കാണണമെന്നില്ല, നീ കാണൂ. അപ്പോൾ തോമാസ് ശ്ലീഹാ കർത്താവിനെ കാണും. അതാണ് യോഹന്നാൻ. അവിടെ എല്ലാം കാഴ്ച ആണ്, നീ വന്ന് കാണൂ എന്നാണ് പറയണത്. അങ്ങനെ തോമാസ് ശ്ലീഹാ ഈശോനെ കണ്ടു. കണ്ടപ്പോഴേ തോമാസ് ശ്ലീഹാ ആരും പറയാത്തൊരു കാര്യം പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു.
ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവരെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് തോമാസ് ശ്ലീഹായോട് ഒരു കാര്യം പറഞ്ഞു. തോമാസ് ശ്ലീഹായോട് പറഞ്ഞതല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മളോട് എല്ലാവരും കൂടി പറഞ്ഞതാ. നമ്മളോട് എല്ലാവരോടുമായിട്ട് പറയേണ്ട കാര്യം തോമാസ് ശ്ലീഹായോട് പറഞ്ഞതാ. എന്താണ് ഈശോ പറഞ്ഞത്? യോഹന്നാൻ 20:29, തോമസ്, നീ എന്നെ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കുന്ന 10,000 വരികയാണ് നിനക്ക് ശേഷം. ലക്ഷങ്ങൾ ലക്ഷങ്ങൾ, കോടികൾ കോടികൾ, ജന്മാന്തരങ്ങൾ ജന്മാന്തരങ്ങൾ കാണാതെ വിശ്വസിക്കുന്നവർ ദേ ആർ ബ്ലെസ്ഡ്. വിശ്വാസികളെല്ലാം ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവരാണെന്ന് ഈശോ പറഞ്ഞത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശു സ്തോത്രം, യേശു സ്തോത്രം, യേശു സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി. ആമേൻ ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, 2 രീതിയിലുള്ള വിശ്വാസികളെ നമ്മൾ കണ്ട് വിശ്വസിക്കുക. എപ്പോഴും നമുക്കറിയാം ഇതുമാത്രം അടയാളങ്ങൾ, അത്ഭുതങ്ങളുമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ കൃപാസനത്തിലെ ഉടമ്പടി പ്രാർത്ഥനയിൽ നടക്കുന്നത്. അതെല്ലാം കാണുകയാണ് കർത്താവിനെ. അപ്പോൾ എപ്പോഴും ദൈവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കാണുന്ന ഒരു പുറമുണ്ട്, അതാണ് കാഴ്ചപ്പുറമെന്ന് പറയുന്നത്. ചില സമയത്ത്, തകർച്ചയുടെ സമയത്ത് കാണാത്ത ഒരു പുറമുണ്ട്, അതാണ് വിശ്വാസത്തിൻ്റെ പുറമെന്ന് പറയുന്നത്. ഡാനിയേൽ സമയത്ത് ഈ മേരി മാഗ്ഡലിനെയും മാർത്തായെയും യോഹന്നാൻ മാന്താനെയും യൂദാസിനെയും ഒക്കെ നമ്മളിത് ഈ സുവിശേഷത്തിൻ്റെ ആൾക്കാരെയൊക്കെ എന്തിനാണ് എപ്പോഴും ധ്യാനിക്കണമെന്നറിയാവോ? ഇവരെല്ലാം കർത്താവിനെ കണ്ട് എന്നാ കാണിച്ചെന്നറിയാൻ വേണ്ടിയാണ്. ഇവരെല്ലാം കർത്താവിനെ കണ്ടവരല്ലേ, ശരീരത്തിൽ കണ്ടതല്ലേ. ഈ മനുഷ്യ കവചത്തിൻ്റെ ഉള്ളിൽ ദൈവത്തെ കണ്ട ആൾക്കാരല്ലേ ഇവരെല്ലാവരും. കാണാതെ പോയത് ഈ മനുഷ്യ കവചത്തിൻ്റെ, മനുഷ്യാവതാരത്തിൻ്റെ ഉള്ളിൽ കാണാതെ പോയ ഒരാൾ യൂദാസ് മാത്രമാണ്. യോഹന്നാൻ മാന്താനൊക്കെ ഒരു സംശയം ഉണ്ടായി. കാണാതെ പോയ ആളിൽ ഒരാൾ യോഹന്നാൻ മാന്താനയോ ആണ്. അദ്ദേഹം ജയിലിൽ മൂട്ടകടിയെല്ലാം കൊണ്ട് കഴിഞ്ഞപ്പോൾ, പട്ടിണി ആയപ്പോൾ, അകൃതം പിടിച്ച് ശരീരത്തെ തൊട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസമൊക്കെ കുറച്ച്, ഈ വേദന രോഗങ്ങളൊക്കെ വരുമ്പോഴേ മനുഷ്യന്മാരുടെ വിശ്വാസമൊക്കെ ശരിക്കും ഒന്ന് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ആദ്യത്തെ ആൾ യോഹന്നാൻ മാന്താനയാണ്. ജയിലിൽ കിടന്ന് നരകിച്ചപ്പോൾ യോഹന്നാൻ മാന്താനയ്ക്ക് ഒരു സംശയം വന്നു. ഇതുപോലെ കൊറോണയും അതിൻ്റെ ദാരിദ്ര്യവും വിഷമമൊക്കെ അനുഭവിക്കുമ്പോൾ വിശ്വാസികളായിട്ടുള്ളവർക്ക് പോലും ചില സമയത്ത് ചില ഫ്രജൈലായിട്ടുള്ള ചില അവസ്ഥ വരും. സ്വാഭാവികമാണ്. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥയുടെ ഭാഗമായി അത് വിശ്വാസത്തെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്, വരാതിരിക്കണമെന്ന് നീ തന്നെയാണോ? മത്തായിയുടെ സുവിശേഷം വായിക്കത്തില്ലേ 11:3, വരാതിരിക്കുന്നവൻ നീ തന്നെയോ, അതോ മറ്റൊരാളെ ഞങ്ങൾ പ്രതീക്ഷിക്കണമോ? മനുഷ്യൻ്റെ തകർച്ചയിൽ എപ്പോഴും മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. ദൈവം മറഞ്ഞിരിക്കുകയാണോ? ദൈവം ഉണ്ടോ? അതുതന്നെയാണ്. അതിൻ്റെ തന്നെ വേറൊരു ചോദ്യമാണിത്, വരാതിരിക്കുന്നവൻ നീ തന്നെയോ, അതോ മറ്റൊരാളെ പ്രതീക്ഷിക്കണമോ? അതിന് ഈശോ പറയണ മാർഗം കാണാവുന്ന ചില കാര്യങ്ങൾ കാണിച്ചു കൊടുക്കും.
അന്തർ കാണുന്നു, അവിടെയെല്ലാം കാഴ്ചയാണ് വരണതേ. ചെകിട കേൾക്കുന്നു, ഊമർ സംസാരിക്കുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഇങ്ങനെ കാണാവുന്ന കാഴ്ചകളൊക്കെ കാണിക്കണത് എന്തിനാണ്? എന്നിൽ ഇടർച്ച വരാത്തവൻ ഭാഗ്യവാൻ. അതും ഇപ്പം എന്നിൽ ഇടർച്ച വരാത്തവൻ ഭാഗ്യവാൻ എന്നുള്ള വാക്കും കാണാതെ വിശ്വസിക്കുന്ന ഭാഗ്യവാന്മാരെന്നുള്ള 20-29 യോഹന്നാൻ്റെ തിരുവചനങ്ങളും ഏതാണ്ട് ആശയം അടിയൊഴുക്കുന്നത് തന്നെയാണ്. വചനത്തിൻ്റെ അടിയൊഴുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്നിൽ ഇടർച്ച വരാത്തവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ മത്തായി ശ്ലീഹായുടെ 11:5 വരെ ജനങ്ങൾ വരണതും, അതുപോലെ തന്നെ കാണാതെ വിശ്വസിക്കുന്നവർ പലപ്പോഴും ഇടർച്ച വരാനുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ജീവിക്കണതെങ്കിലും കാണാതെ ദൈവത്തിൻ്റെ അടയാളങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും വിശ്വസിക്കുന്ന ഒരു ഭാഗ്യമുണ്ട്. ആ ഭാഗ്യത്തിലേക്കാണ് നമ്മൾ വിശ്വാസം പക്വത പ്രാപിക്കേണ്ടതെന്നാണ് സുവിശേഷം നൽകുന്ന സന്ദേശം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, യേശുവേ യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ നന്ദി, യേശുവേ നന്ദി. ആമേൻ, ആമേൻ യേശുനാഥാ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ, ആമേൻ, ആമേൻ യേശുനാഥാ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ. അപ്പോൾ യോഹന്നാൻ മാതാവിന് ഇടർച്ച വന്ന ആളാണെന്നുള്ളത് കർത്താവ് സൂചിപ്പിച്ച് കഴിഞ്ഞ ഉടനെ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ അവനൊക്കെ വലിയ ആളില്ല, പക്ഷേ അയാൾ ഇടർച്ച ബാധിച്ച ആളാണ്. ചിന്തിക്കണം, കർത്താവ് ഒരാളെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതികൾ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ അവനേക്കാൾ വലിയവനില്ല, പക്ഷേ ചില കാലങ്ങളിൽ ഇടർച്ച വന്ന ആളാണ് സ്നാപക യോഹന്നാൻ പോലും. ഇടർച്ച വരാത്തവരാണ് പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികൾ. ആരാണ് ഇടർച്ച വരാത്ത ആൾ? മാർത്തായാണ് ഇടർച്ച വരാത്ത ആൾ. പുനരുത്ഥാനത്തെക്കുറിച്ച് ആദ്യത്തെ സാക്ഷി ആരാണ്? മേരി മാഗ്ഡലൻ അല്ല. നമ്മളെപ്പോഴും പറയും ആദ്യ സാക്ഷി മേരി മാഗ്ഡലനാണ്. ശരിക്കും മാർത്തായാണ് പുനരുത്ഥാനത്തിൻ്റെ ആദ്യ സാക്ഷി. അവളോടാണ് പുനരുത്ഥാനത്തിൻ്റെ രഹസ്യം ഈശോ പറയേണ്ടത്. ഇടർച്ചയുടെ കാലത്ത് ആണും തൂണും തുണയുമായിരുന്നവൻ കൈമോശം വന്നിട്ട് കുടുംബം തകർച്ചയിലേക്ക് പോകുമ്പോൾ അവൻ ചീഞ്ഞ കല്ലറ വാതിൽക്കൽ നിന്നുകൊണ്ട് കർത്താവിനോട് ചോദിക്കും, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, നീ ഇത് വിശ്വസിക്കും? യെസ് മൈ ലോർഡ്, നീ ലോകത്തിലേക്ക് വരാനിരുന്ന മിശിഹായാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞത് ഇടർച്ച വരാത്തവളാണ്. ജീവിതത്തിന്റെ തകർച്ചയില് ഇടർച്ച വരാത്ത ആരാണോ അവരാണ് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ സാക്ഷികൾ. സ്തുതിയുടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം കർത്താവേ, ആരാധന ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു, ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ സുഖപ്പെടുത്തുന്ന സമയമാണിത്. കൃപാസനത്തിലേക്ക് ഒത്തിരിയേറെ 4-5 ഫോണാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. ക്വാറന്റൈൻ ആയത് കാരണം ഞങ്ങൾ ഫോൺ വർക്ക് ചെയ്യുന്ന മിനിസ്ട്രികളെ അവരുടെ ഭവനങ്ങളിലേക്ക് വിട്ടിരിക്കുക. അവിടെ എല്ലാം നിരന്തരം ജനങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ദേശങ്ങളിൽ നിന്നും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്വാറന്റൈൻ കിടക്കുന്ന ആൾക്കാർ, കൊറോണ ബാധിച്ചിട്ടുള്ളവർ ഒക്കെ, അവരുടെ ബന്ധുക്കൾ, ഉറ്റവർ, ഉടയവരൊക്കെ വിളിക്കുന്നുണ്ട്. അവരെല്ലാവർക്കും വേണ്ടിയാണ് ഞങ്ങൾ ഈ ആരാധന പ്രത്യേകമായി കർത്താവിന് തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നത്. ലോകം മുഴുവനും ക്വാറന്റൈനിൽ താമസിക്കുന്ന ആൾക്കാർ, കൊറോണ ബാധിക്കുന്ന വിഷയങ്ങളുടെ മേലെല്ലാം പരിശുദ്ധമായ ദേവമാതാവേ ഇപ്പോഴെല്ലാം മക്കളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ എല്ലാം മധ്യസ്ഥം വഹിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തെ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ, സഭയെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. കർത്താവിൻ്റെ പുനരുദ്ധാനം ചെയ്ത കർത്താവിൻ്റെ കാണിപ്പഴുതാർന്ന കരങ്ങളെ കർത്താവെ രോഗികളെ സ്പർശിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം മഹത്വം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ, രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. കാലാകാലങ്ങളിലെ രാജ്യത്തെ ഭരിക്കുന്ന അധികാരികൾ അവർക്ക് അവരുടെ ബുദ്ധിക്കും അവരുടെ ലഭ്യമായ അറിവിനും അപ്പുറത്തുള്ള കാര്യങ്ങളെ കൂടി പരിഹരിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ലോകഭൂമിയിലെ അധികാരികളെ കർത്താവിൻ്റെ തിരുസന്നി പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിൽ സമർപ്പിക്കുകയാണ്. കാര്യം സമ്പദ് വ്യവസ്ഥ തകർന്നു പോയാൽ നമുക്കറിയാമല്ലോ, സമാരിയ പോലെയാവും. സമാരിയയിലെ അതിദാരുണമായ ചിത്രങ്ങൾ ലോകപ്രശസ്തമായിട്ട് നമുക്കറിയാവുന്നതാണ്. പട്ടിണി വന്ന് തകർന്നു പോയി, ആർക്കും ഒരു പിടി ഭക്ഷണം കിട്ടാതെ കുഞ്ഞുങ്ങളെ മരിക്കണ പോലെ ഇങ്ങനെ വെയിലത്തിരിക്കണമായിരിക്കുകയാണ്. അവർ മരിച്ചു പോവുകയാണ്. അപ്പോൾ ഒരു കഴുകൻ വന്ന് അടുത്തിരിക്കുക. കഴുകന് ഒരു എത്തിക്സ് ഉണ്ട്. എന്താണ്? ജീവനുള്ളതിനെ കഴിക്കത്തില്ലത്. അപ്പോൾ ആ കുഞ്ഞ് പട്ടിണി കിടന്ന് ചത്തിട്ട് കഴിക്കാൻ വേണ്ടി കഴുകൻ കാത്തിരിക്കുന്ന കഴുകൻ ലോകത്തിൽ എന്നും വേദനിപ്പിക്കുന്ന ഒരു ചിത്രമാണ്. ഒരു രാജ്യത്തിന് സമ്പദ് വ്യവസ്ഥ തകർന്നാൽ അങ്ങനെ വരും. അപ്പോൾ പട്ടിണി കൊണ്ട് മരിക്കണത് കൊറോണ കൊണ്ട് മരിക്കണ പോലെ അല്ല, അത് ലക്ഷങ്ങളൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥ, നമ്മുടെ ഉൽപ്പാദന മേഖലകൾ, കാർഷിക മേഖലകളൊക്കെ തകർന്നാൽ പിന്നെ നമുക്ക് പിടിച്ചു നിൽപ്പില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ഈ കാലാവസ്ഥ മാറണം. നമുക്ക് ഉൽപ്പാദനക്ഷമമായ ലോകത്തിലേക്ക് തിരിച്ചു പോകണം. അതിനുവേണ്ടി ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പാടാം. ആരാധന ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഒരു രോഗം കാരണം മറ്റ് രോഗികളെല്ലാം ലോകം വിസ്മരിച്ച പോലെയുള്ള ഒരവസ്ഥയാണ്. ഇതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ ഇന്ത്യയിൽ തന്നെ 200 പേര് കൊറോണ രോഗബാധിതരുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ട് അവിടെ വേണ്ടത്തെ പരിചരണം കിട്ടാത്ത അവസ്ഥകളുണ്ട്. അതെല്ലാം നമ്മളെ ഏറെ സങ്കടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഈ വിഷയങ്ങളുടെ മേലെല്ലാം ദൈവികമായ കൃപയും പരിപാലനയും ഉണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ ആരാധന 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 യേശുവേ ആരാധന. ആശുപത്രി പോകാൻ പേടിയായിട്ട് ഉള്ള രോഗികളുണ്ട്, വീട്ടിലിരിക്കുന്നവർ. കാര്യം ആശുപത്രികളിൽ നിന്ന് ഇപ്പോൾ തന്നെ ഗവൺമെൻറ് ആശുപത്രികളിൽ പോലും ഈ കൊറോണയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആരോഗ്യം ആകപ്പാടെ അങ്ങ് മാറിയിരിക്കുക. വാസ്തവത്തിൽ പല ആശുപത്രികളും വേക്കൻ്റായി കിടക്കുന്ന കാരണം രോഗികൾ വീട്ടിലാണ് ഇരിക്കുന്നത്. പല രോഗികളും മരുന്ന് പോലും കിട്ടാതെ വിട്ടിരിക്കുന്നവരുണ്ട്. ദയവായിട്ട് അവരെല്ലാം നമുക്ക് ഈ സമയത്ത് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. അവരെല്ലാം മാർത്തായെപ്പോലെ യേശുക്രിസ്തുവിനെ നീ വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്ന് മാർത്തായോടാണ് കർത്താവ് പറഞ്ഞത്.
കർത്താവെ, ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു കർത്താവെ. അനേകം രോഗികൾക്ക് വേണ്ടി കർത്താവെ നിന്റെ മഹത്വം ഓരോ കുടുംബങ്ങളിലും കർത്താവെ ഈ നിമിഷം അടയാളങ്ങളിലൂടെ കർത്താവെ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മഹത്വം മഹത്വം മഹത്വം. ആരാധന ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ആരാധന ലൈവായി കൂടുന്നവർ ശ്രദ്ധിക്കുക. അവർ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണിത്. ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. കരരോഗികൾ നെഞ്ചിൽ കൈവയ്ക്കട്ടെ. ഹൃദയ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. തൊണ്ടയുടെ അസുഖമുള്ളവർ, ടോൺസിൽ രോഗികൾ, തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ശിരസ് സംബന്ധമായ രോഗങ്ങളുള്ളവർ, തലച്ചോറിന് അസുഖമുള്ളവർ, ഞരമ്പുകൾക്ക് ബ്ലോക്കുള്ളവർ, ചെവിക്ക് കേൾവിക്കുറവുള്ളവർ എല്ലാം നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ കർത്താവേ അങ്ങ് മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈശോ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ കർത്താവേ അങ്ങ് മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ തിരുമുറിവാർന്ന ആഴ്പഴുതാർന്ന അത്ഭുത കരകളെ കർത്താവേ ഓരോ രോഗികളുടെയും നെഞ്ചിൽ വെക്കണമേ. കരള കർത്താവേ, പാങ്ക്രിയാസ് രോഗികൾ, ഉദര രോഗികൾ, ഹൃദയ രോഗികൾ, തലച്ചോസുഖമുള്ളവർ, ടോൺസിൽ രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. യേശു യേശുവേ, യേശുവേ, ആരാധന ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഉദര രോഗികൾ, കർത്താവ് വിശുദ്ധ മാർത്തായെ പോലെ വിശ്വസിച്ച് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആരാധനയാണെന്നുള്ള ബോധ്യത്തിലാണ് ലൈവിൽ പങ്കെടുക്കുന്നവരെ പ്രാർത്ഥിക്കേണ്ടത്. ഉദരരോഗികൾ ഉദരത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കുടൽ രോഗികൾ, അൾസർ രോഗികൾ, അർസസ് രോഗികൾ, കുടലിൽ കുരുക്കുള്ളവർ, ഗർഭാശയത്തിൽ സിസ്റ്റ് ഉള്ളവർ, PCOD രോഗികൾ, പിസ്റ്റുല രോഗികൾ എല്ലാവരും അടിവയറ്റിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, ഉദര രോഗികളെ സ്പർശിക്കണമേ. ഈശോ, മഹോദര രോഗം സുഖപ്പെടുത്തിയവനെ, ഈശോ തലവായ രോഗം സുഖപ്പെടുത്തിയവനെ, ഈശോ മരിച്ചവർ ഉയർപ്പിച്ചവനെ, നീ തിരുമുറിവാർന്ന് മറന്നു കിടത്താൽ ഉദരത്തെ സ്പർശിക്കണമേ. യേശു ക്രിസ്തു നാമത്തിലെ മാർഗ രോഗങ്ങൾ ഈ നിമിഷം യേശു നാമത്തിലെ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണിത്. നമ്മൾ ഉള്ളംകാലം മുതൽ ഉച്ച വരെയുള്ള രോഗങ്ങൾ, വാതരോഗങ്ങൾ, പാങ്ക്രിയാസ് രോഗങ്ങൾ, അതുപോലെ തന്നെ അപസ്മാര രോഗങ്ങൾ, വിട്ടുമാറാത്ത പനി, ത്വക്ക് രോഗങ്ങൾ, വെരിക്കോസിൻ്റെ അസുഖമുള്ളവരെ ഒക്കെ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. നിന്റെ ശരീരം മുഴുവനും പറഞ്ഞ രോഗങ്ങളും പറയാത്ത രോഗങ്ങളും മുഴുവനും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ തളിക്കപ്പെടാൻ വേണ്ടി കൈകളെ കൊണ്ട് ശരീരം പൊതിഞ്ഞുകൊണ്ട് സ്വസ്തികാകൃതിയിൽ ശരീരം കർത്താവിന് സമർപ്പിക്കുക.
കർത്താവായ യേശുമിശിഹായെ സ്വസ്തിക ആകൃതിയിൽ കർത്താവേ, ഞങ്ങളുടെ ശരീരം ഉള്ളംകാലും ഉച്ചവരെ കർത്താവേ, നിന്റെ നാമത്തിൽ പൊതിഞ്ഞുകൊണ്ട് കർത്താവേ, നിന്റെ നാമത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ കർത്താവേ. ത്വക്ക് രോഗികൾ കർത്താവേ, വിശുദ്ധമായ രക്തത്താലൊക്കെ തളിക്കണമേ കർത്താവേ. ഈശോ, പലതരത്തിലുള്ള രോഗം അനുഭവിക്കുന്നവർ, ഉള്ളംകാലും ഉച്ചവരെ രോഗങ്ങൾ അനുഭവിക്കുന്നവരെ കർത്താവേ അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവേ. പലതരത്തിലുള്ള രോഗങ്ങൾ കർത്താവേ, PCOD രോഗങ്ങൾ കർത്താവേ, പലതരത്തിലുള്ള അപസ്മാര രോഗങ്ങൾ കർത്താവേ, പ്രഷർ രോഗങ്ങൾ, ഷുഗർ രോഗങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവേ. വാതരോഗങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവേ. നിന്റെ വിശുദ്ധമായ രക്തം തളിക്കണമേ, നിന്റെ വിശുദ്ധമായ രക്തം തളിക്കണമേ, നിന്റെ വിശുദ്ധമായ രക്തം തളിക്കണമേ. മാറാ പറയാത്ത രോഗങ്ങളുടെ മേലെ കർത്താവേ, പേരറിയാത്ത രോഗങ്ങളുടെ മേലെ, അജ്ഞാത രോഗങ്ങളുടെ മേലെ കർത്താവിന്റെ കണ്ണച്ചൊരിയട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി കർത്താവ് ഈ നിമിഷം മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാർഗ രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.